അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചാപ്റ്റർ 8 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് പെർഫോം ചെയ്യുന്നത്. എട്ടാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷൻ, അതായത് DBMS കമ്പോണൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഡാറ്റാബേസ് യൂസർ ഹു ഇന്ററാക്ട് വിത്ത് ദ ഡാറ്റാബേസ് ത്രൂ പ്രീ റിട്ടൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഓൾറെഡി റിട്ടൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് നെയിം യൂസറാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ DBMS എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റാബേസ് യൂസേഴ്സ്. എത്ര ഡാറ്റാബേസ് യൂസേഴ്സ് ഉണ്ടെന്നുള്ളതും അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2019 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, നെയിം യൂസേഴ്സ്, അങ്ങനെ 3 കാറ്റഗറിയാണ് വരുന്നത്. DBA എന്ന് പറയുന്നത് മൊത്തം DBMSന്റെ എല്ലാ ആക്ടിവിറ്റീനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അതിൽ എന്തെങ്കിലും ഡാറ്റ ലോസ് ആയി അതിൻ്റെ റിക്കവറി ആണെങ്കിലും അതുപോലെ ഡാറ്റാബേസിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് DBA ആയിരിക്കും. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ്. DBMSക്ക് ഡയറക്റ്റ്ലി അവരുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി അവരെഴുതിയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. നെയിം യൂസേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഓൾറെഡി ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ ക്ലർക്കുകൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റിലെ ബില്ലിംഗ് ആളുകൾ, ഇവരൊക്കെ ഓൾറെഡി അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴിയാണ് കമ്പ്യൂട്ടർ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഉള്ളവരെയാണ് നെയിം യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് DBMS. DBMSന്റെ അഡ്വാൻറ്റേജ് കുറേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 2-3 എഴുതാൻ പറയും, അല്ലെങ്കിൽ കംപ്ലീറ്റ് അഡ്വാൻറ്റേജസ് എഴുതാൻ പറയും. അപ്പോൾ നമുക്കറിയാം, കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി, ഡാറ്റ കൺസിസ്റ്റൻസി, ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ക്രാഷ് റിക്കവറി, ഷെയറിംഗ് ഓഫ് ഡാറ്റ, എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഏതെങ്കിലും 3 ആണ് ചോദിച്ചിട്ടുള്ളത്. പല വർഷങ്ങളിൽ 3 അല്ല 5 മാർക്കിന് ഫുള്ള് അഡ്വാൻറ്റേജ് എഴുതാനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ കമ്പോണൻസ് ഓഫ് DBMS. DBMSന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പോണൻസ് ഏതൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറിൽ പെടുന്നത് നമുക്ക് സിസ്റ്റം റേറ്റ് ചെയ്തിട്ടുള്ള എല്ലാതും, കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഡാറ്റാബേസ് റിട്രീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഉള്ള എല്ലാതും ഹാർഡ്വെയർ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നു. സോഫ്റ്റ്വെയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ DBMSനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, അതിനോട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പ്രോഗ്രാമിംഗ് വരുന്ന എല്ലാം സോഫ്റ്റ്വെയർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ഡാറ്റ, നമ്മളതിൽ സേവ് ചെയ്യുന്ന ഡാറ്റ, അതിന് റിട്രീവ് ചെയ്യുന്ന ഡാറ്റ, അങ്ങനെയുള്ളതെല്ലാം. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെറ്റാ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കീമ കാര്യങ്ങളൊക്കെ ഡാറ്റ എന്നുള്ള കാര്യങ്ങളിൽ പെടുന്നതാണ്. യൂസേഴ്സ്, ആരാണോ ഈ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ആ എല്ലാവരെയും യൂസേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. പ്രൊസീജിയേഴ്സ്, നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസും റൂൾസും ഉണ്ടായിരിക്കും. ഈ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാനും അത് യൂസ് ചെയ്യാനും പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസും റൂൾസും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നുള്ള പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 3 ലെവലാണുള്ളത്. ഒരു ഫിഗറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഫിസിക്കൽ ലെവലിൽ വരുന്നത്. രണ്ടാമത്തെ ലെവലാണ് ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത്. അതിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് തമ്മിലുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത്. വ്യൂ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. ആ വ്യൂ ലെവൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ എന്നൊക്കെ പറയും. അത് യൂസേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെവലാണ്. യൂസേഴ്സ് ഡാറ്റ കാണുന്നത്, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കാണുന്ന ഭാഗത്തിനെയാണ് വ്യൂ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം ഡാറ്റ ഇൻഡിപെൻഡൻസ്. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഏതൊക്കെ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ലെവൽസ് പഠിച്ചു. അബ്സ്ട്രാക്ഷൻ ലെവൽസ്, ഡിഫറെന്റ് ലെവൽസ് പഠിച്ചിട്ടുണ്ട്. എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഇൻ വൺ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ നെക്സ്റ്റ് ഹയർ ലെവൽ. ഒരു ലെവലിലുള്ള സ്കീമ ഡാറ്റ ഡെഫിനിഷനെ ചേഞ്ച് ചെയ്താലും അതിന് തൊട്ട് മുകളിലുള്ള
ലെവലിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു എബിലിറ്റീനെയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് ഫിസിക്കലുണ്ട്, അതുപോലെ തന്നെ ലോജിക്കലുണ്ട്. ഫിസിക്കൽ എന്ന് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ലെവലിനെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചേഞ്ച് ചെയ്താലും നമുക്ക് അടുത്ത ലെവലായിട്ടുള്ള ലോജിക്കൽ ലെവലിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് ഫിസിക്കൽ ലെവൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലോജിക്കൽ ലെവലിലെ സ്കീമ ചേഞ്ച് ചെയ്താലും നമുക്ക് എന്തിൽ ചേഞ്ച് വരുന്നില്ല, വ്യൂ ലെവലിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവലിൽ ചേഞ്ച് ആവുന്നില്ല. അതിൻ്റെ ഒരു ചേഞ്ച് അതിലേക്ക് എഫക്റ്റ് വരുന്നില്ല. അങ്ങനെയാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഈ റിലേഷണൽ ഡാറ്റ മോഡൽ ആൻഡ് RDBMS അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ടേംസ് ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി യൂസ്ഡ് ഇൻ RDBMS. ഈ ഡിഗ്രി കാർഡിനാലിറ്റി ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. ഡിഗ്രി എന്താന്നുള്ള ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലും ഈ ഡിഗ്രിയും കാർഡിനാലിറ്റിയും കാണാറുണ്ട്. അതുപോലെ ഡിഗ്രിയും കാർഡിനാലിറ്റി ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടും കാണാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കരുത്. ഡിഗ്രിയും കാർഡിനാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ പാടില്ല. ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ, എത്ര കോളം ഉണ്ട് എന്നുള്ള നമ്പറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മുടെ ടേബിളിനകത്ത് എത്ര കോളംസ് ഉണ്ട്, എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്നുള്ളതാണ് ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർഡിനാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ ടപ്പിൾസ് എന്ന് പറയും. നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ ടപ്പിൾസ്, ഇതിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ തന്നിട്ട് റിലേഷൻ തന്നിട്ട് അതിൽ ഇത്ര റോ ഉണ്ട്, ഇത്ര കോളം ഉണ്ട്, എന്താണ് ഡിഗ്രി, എന്താണ് കാർഡിനാലിറ്റി എന്ന് ചോദിക്കാറുണ്ട്. ഡിഗ്രി നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കോളം, കാർഡിനാലിറ്റി നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ ടപ്പിൾസ്. ഓക്കെ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്: എൻറ്റിറ്റി, റിലേഷൻ, ടപ്പിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, സ്കീമ. അപ്പോൾ ഇതുപോലെ നമ്മുടെ RDBMS ടെർമിനോളജീസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ അതിൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് പേഴ്സൺ ഓർ എ തിങ് ഇൻ ദ റിയൽ വേൾഡ്. നമുക്ക് റിയൽ വേൾഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണോ ഒരു തിങ്ങിനോ ഒക്കെ നമുക്ക് എന്തെന്ന് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. എക്സാമ്പിളാണ് സ്റ്റുഡൻറ്റ്, സ്കൂള്, അങ്ങനെയുള്ള തന്നെ എൻറ്റിറ്റി എന്ന് പറയുന്നത്. റിലേഷൻ, കളക്ഷൻ ഓഫ് ഡാറ്റ എലിമെന്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ടേംസ് ഓഫ് റോസ് ആൻഡ് കോളംസ്. അതിന്റെ ടേബിളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ടപ്പിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. ടപ്പിൾ എന്ന് പറയുന്നത് റിലേഷനിലെ റോനെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്, കോളത്തിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. റോ എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസിനെയാണ് റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോളം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പർട്ടിക്കുലർ വാല്യൂ, അങ്ങനെയാണ് ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കീമ, ദ ഡിസ്ക്രിപ്ഷൻ ഓർ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ ഡാറ്റാബേസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് കീ ഇൻ DBMS? റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കാൻഡിഡേറ്റ് കീ ആൻഡ് ഫോറിൻ കീ. എന്താണ് കീ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് കീയും ഫോറിൻ കീയും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ ഡിഫറെൻറ്റ് കീകൾ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. കീ എന്ന് പറയുകയാണെങ്കിൽ ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ടോ ഒരു ടപ്പിളിനെ, ഒരു റോവിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതിനെയാണ് കീ എന്ന് പറയുന്നത്. നമുക്ക് യൂണീക്ക്ലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിൾ ആണെങ്കിൽ, റിലേഷൻ ആണെങ്കിൽ, ആ സ്റ്റുഡൻറ് എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് അഡ്മിഷൻ നമ്പറോ അല്ലെങ്കിൽ റോൾ നമ്പറോ ഒക്കെ വെച്ച് നമുക്ക് സ്റ്റുഡൻറ്റിനെ നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. റോൾ നമ്പർ 11ന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ 11 എന്ന് പറയുന്ന റോൾ നമ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് നേരെ ആളുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു മൊത്തം റിലേഷനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടപ്പിളിന്, പർട്ടിക്കുലർ റോവിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്, ഇതിനെയാണ് കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് കാൻഡിഡേറ്റ് കീ, എന്താണ് ഫോറിൻ കീ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാൻഡിഡേറ്റ് കീ എന്ന് പറയുമെങ്കിൽ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് യുണീക്ലി ഐഡന്റിഫൈ എ റോ. ഇപ്പോൾ റിലേഷനിൽ ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കില്ല, കുറേ അധികം ആട്രിബ്യൂട്ട് ഇതുപോലെ നമുക്ക് യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കാം. അതിന്റെ കളക്ഷനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഇനി ഫോറിൻ കീനെ പറയുന്ന വേറെ പേരാണ് റെഫറൻസ് കീ എന്ന് പറയുന്നത്. നമ്മുടെ ടേബിളിനകത്തുള്ള ഒരു കീനെ നമുക്ക് ഫോറിൻ കീ എന്ന് പറയുകയാണെങ്കിൽ ആ കീ എന്ന് പറയുന്നത് വേറൊരു ടേബിളിന്റെ പ്രൈമറി കീ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റും, ഫോറിൻ കീ എന്ന് പറയാൻ പറ്റും. രണ്ട് റിലേഷൻസ് തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് വരുന്നത്, റെഫറൻസ് കീ എന്നുള്ള പേരും കൂടി വരുന്നത്.
കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻസ്. രണ്ട് റിലേഷൻസ് തന്നിട്ടുണ്ട്. ആർട്സ് എന്ന് പറയുന്ന റിലേഷൻ തന്നിട്ടുണ്ട്, സ്പോർട്സ് എന്ന് പറയുന്ന റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആർട്സിനകത്ത് അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, അതുപോലെ തന്നെ സ്പോർട്സിനകത്ത് അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്. ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻ. നമുക്ക് തന്നിട്ടുള്ള ഓപ്പറേഷൻസിന്റെ റിസൾട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സ്. ആർട്സ് ഇന്റർസെക്ഷൻ ആണ്, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആർട്സ് എന്ന റിലേഷനിലും സ്പോർട്സ് എന്ന റിലേഷനിലും ഉള്ള റോസിനെ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുക, ആർട്സിലും സ്പോർട്സിലും പങ്കെടുത്ത ആള് ആരാന്നുള്ളത് നോക്കുക. ആരെങ്കിലും ഉണ്ടോ? ദേ അഡ്മിഷൻ നമ്പർ 4010. ഫാസിൽ എന്ന് പറയുന്ന ആള് രണ്ടിലും നമുക്ക് ഉണ്ട്. അപ്പൊ ആർട്സിലും സ്പോർട്സിലും പങ്കെടുത്ത ആളെ കിട്ടാനായിട്ടാണ് ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സ് എന്നത് കൊടുക്കുന്നത്. അതാണ് ഔട്ട്പുട്ട് എന്താണ്? 4010 ഫാസിൽ B1. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആർട്സ് യൂണിയൻ സ്പോർട്സ്. ആർട്സിലും സ്പോർട്സിലും കൂടി പങ്കെടുത്ത എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസ് കിട്ടാനാണ് ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം ആർട്സിൽ പങ്കെടുത്ത ആളുകളുടെ എഴുതി, ദെൻ സ്പോർട്സിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതിനൊന്നും വീണ്ടും എഴുതില്ല. ഡ്യൂപ്ലിക്കേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഈ യൂണിയൻ ഓപ്പറേഷൻ നടത്തുന്നത്. ഇനി അടുത്തതാണ് സ്പോർട്സ് മൈനസ് ആർട്സ്. സ്പോർട്സിലുണ്ട് എന്നാൽ ആർട്സിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് ഈ സ്പോർട്സ് മൈനസ് ആർട്സ് എന്ന് പറയുന്നതിൽ കിട്ടുന്നത്. അപ്പൊ നോക്കാം, ഇതിൽ സ്പോർട്സിൽ 3 പേരുണ്ട്. സ്പോർട്സിൽ 3 പേരുണ്ട്. ആ സ്പോർട്സിൽ ആർട്സിൽ ഇല്ലാത്ത ആളുകൾ, അതായത് സ്പോർട്സിൽ മാത്രം പങ്കെടുത്ത ആളുകളെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ സ്പോർട്സിൽ മാത്രം പങ്കെടുത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ഈ 4015 എന്നുള്ള അഡ്മിഷൻ നമ്പർ ഉള്ള ആള്, അതുപോലെ തന്നെ 3005 എന്നുള്ള അഡ്മിഷൻ നമ്പർ ഉള്ള ആള്. ഈ 4010 എന്ന് പറയുന്നത് രണ്ടിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്കത് ആവശ്യമില്ല. സ്പോർട്സിൽ മാത്രം പങ്കെടുത്ത ആളെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനാണ് സ്പോർട്സ് മൈനസ് ആർട്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്പോർട്സിൽ മാത്രം പങ്കെടുത്ത ആളുകളെ നമുക്ക് കിട്ടി. ഓക്കെ, ഇതുപോലെ ഓപ്പറേഷൻസ് തന്നിട്ട് അതിന്റെ റിസൾട്ട് എഴുതാൻ പറഞ്ഞിട്ട് തരാറുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കോഡ് അല്ലെങ്കിൽ ക്വറി എഴുതാനായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഫൈൻഡ് ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി ഓഫ് ദ ഫോളോയിങ് റിലേഷൻ. ഒരു ടേബിൾ വന്നിട്ടുണ്ട്, അതിന്റെ ഡിഗ്രിയും കാർഡിനാലിറ്റിയും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ് കോളം ഉള്ളത്? 1 2 3 4 കോളാണ് വന്നിരിക്കുന്നത്. റോ എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3. ഇത് കൂട്ടില്ല. 1 2 3 ഇതിലുള്ള ഡാറ്റ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. 1 2 3 ആണ് അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി 4, കാർഡിനാലിറ്റി 3. എക്സ്പ്ലെയിൻ അബൌട്ട് യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് സെറ്റ് ഡിഫറൻസ് ഇൻ റിലേഷണൽ ഓൾജിബ്ര. ഇത് നമുക്ക് ഇഷ്ടംപോലെ പേപ്പറുകളിൽ മാറി മാറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് മാത്രമല്ല ബാക്കിയുള്ള ഓപ്പറേഷൻസും ചോദിക്കാം. അതുപോലെ ഏതെങ്കിലും 2 അല്ലെങ്കിൽ 3 റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ എന്താണ് ഈ ഓപ്പറേഷൻസ് എന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ചെറിയൊരു എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണ്. അപ്പം അതിൽ നമുക്ക് ബൈനറി എന്ന് പറയുന്നത് 2 റിലേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. 2 റിലേഷൻസിലും അപ്പയർ ചെയ്യുന്ന ആളുകളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷനിൽ അപ്പയർ ചെയ്യുന്ന ആളുകളിലെയോ റിലേഷനിൽ വരുന്ന ടപ്പിൾസിനെയോ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ചിഹ്നം, സിമ്പിൾ അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ യൂണിയൻ കോമ്പാറ്റബിൾ ആണ്. യൂണിയൻ കോമ്പാറ്റബിൾ എന്ന് പറയുമ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 2 റിലേഷൻസും ഒരേ നമ്പർ ഓഫ് കോളംസും ആയിരിക്കണം. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് എലിമിനേഷൻ യൂണിയൻ ഓപ്പറേഷനിൽ പോസിബിൾ ആണ്. ഇനി ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. അപ്പം 2 റിലേഷനിലും ഉള്ള ടപ്പിളിനെ ആയിരിക്കും ഇതിൽ റിട്ടേൺ ചെയ്യുന്നത്. അതിന്റെ സിമ്പിൾ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ അത് യൂണിയൻ കോമ്പാറ്റബിൾ ആണ്. സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഇതിലെന്താണ്? ഫസ്റ്റ് റിലേഷനിൽ ഉണ്ടാവും വേണം, പക്ഷെ സെക്കൻഡ് റിലേഷനിൽ പാടില്ല. അങ്ങനെയുള്ള തന്നെയാണ് സെറ്റ് ഡിഫറൻസ് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് മൈനസ് സിമ്പിൾ വഴിയാണ്. അതും യൂണിയൻ കോമ്പാറ്റബിൾ തന്നെയാണ്. അത് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. തിരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ ഇസ് കോൾഡ് ഡാഷ്. നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ, കാർഡിനാലിറ്റി.
വാട്ട് ഈസ് എ പ്രൈമറി കീ, വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൈമറി കീ ഇൻ എ റിലേഷൻ. പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരെണ്ണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ആണ്. അത് നമ്മുടെ ടപ്പിൾസിന്, റിലേഷനിലെ ടപ്പിൾസിനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് നമുക്ക് നൾ വാല്യൂ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒന്നും പോസിബിൾ അല്ല. യൂണീക്ക് ആയിരിക്കണം അതിന്റെ വാല്യൂ. നൾ വാല്യൂ ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല. കാരണം നമുക്ക് റിലേഷനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുന്നത് സ്റ്റുഡന്റ് ടേബിൾ ആണ്. സ്റ്റുഡന്റ് ടേബിളിൽ നമുക്ക് ഒരിക്കലും ഒരു അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് 2 കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പം അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി കീ ആണ് സ്റ്റുഡന്റ് ടേബിളിന്റെ. അടുത്തൊരു ചോദ്യം നോക്കാം. കൺസിഡർ ദ ഗിവൻ ടേബിൾ സ്പോർട്സ് ആൻഡ് റൈറ്റ് ദ റിലേഷണൽ എക്സ്പ്രഷൻ ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, സ്പോർട്സ് എന്ന് പറയുന്ന റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒരു SL നമ്പർ ഉണ്ട്, നെയിം, അതുപോലെ തന്നെ ഗോൾസ്, ഗെയിംസ്, അതിന്റെ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സെലക്ട് ദ നെയിം ഓഫ് ഓൾ പ്ലേയേഴ്സ്. എല്ലാ പ്ലേയേഴ്സിനെയും നെയിം നമുക്ക് സെലക്ട് ചെയ്യണം. എല്ലാ പ്ലേയേഴ്സിനെയും നെയിമാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളത്. നെയിം എന്ന് പറയുമ്പോൾ ഒരു ആട്രിബ്യൂട്ടിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആട്രിബ്യൂട്ടിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് പൈ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. പൈ എന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നെയിമാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്തെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? സ്പോർട്സ് എന്ന് പറയുന്ന റിലേഷൻ എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രാക്കറ്റിൽ സ്പോർട്സ് കൊടുക്കുക, സെമിക്കോൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ട് നെയിം ആൻഡ് ഗോൾസ് സ്കോർഡ് ബൈ പ്ലെയേഴ്സ് ഹു ഹാവ് സ്കോർഡ് മോർ ദാൻ 70 ഗോൾസ്. 70 ഗോളിൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള പ്ലെയേഴ്സിന്റെ നെയിമും അവരുടെ ഗോളിന്റെ എണ്ണമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് നെയിമും അതുപോലെ തന്നെ ഗോൾ എന്ന് പറയുന്നത് 2 ആട്രിബ്യൂട്ട്സ് ആണ്. ആട്രിബ്യൂട്ട്സ് റിട്രീവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ ആണ്. ഇനി എങ്ങനെയുള്ള ആളുകളുടെ നെയിമും ഗോളുമാണ് നമുക്ക് വേണ്ടത്? ഗോള് ഗ്രേറ്റർ ദാൻ 70 ആയിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ നെയിമും ഗോളുമാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനുള്ള സെലക്ട് ചെയ്യാനുള്ളതാണ് സെലക്ട് ഓപ്പറേഷൻ. ഇപ്പോൾ സിഗ്മ കണ്ടീഷൻ എന്താണ്? ഗോൾസ് ഗ്രേറ്റർ ദാൻ 70. നമ്മുടെ റിലേഷൻ എഴുതി കൊടുക്കുക, സ്പോർട്സ്. എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈമറി കീ. പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റ് കീ. പ്രൈമറി കീ ആൻഡ് ഓൾട്ടർനേറ്റ് കീ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൈമറി കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയിലെ ഒരാളാണ്. അത് നമുക്ക് യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് ഡിസൈനർ സെലക്ട് ചെയ്യുന്ന കീനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആണ്, പക്ഷെ അത് പ്രൈമറി കീ അല്ല. അതായത് കാൻഡിഡേറ്റ് കീസിൽ നിന്ന് സെലക്ഷൻ കിട്ടാത്ത കീസിനെയാണ് ഓൾട്ടർനേറ്റ് കീസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്, ഡിഗ്രി. ഫസ്റ്റ് ടേബിൾ കണ്ടെയ്ൻസ് 4 rows and 3 columns. Second table contains 5 rows and 2 columns. Then the Cartesian product table contains dash rows and dash columns. ഇതിനകത്ത് നോക്കുക, ആദ്യത്തെ ടേബിളിന് 4 റോയും 3 കോളമാണ്. രണ്ടാമത്തെ ടേബിളിന് 5 റോയും 2 കോളമാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര റോയും എത്ര കോളം ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ ടേബിളിലെ എല്ലാ റോസും ഈ രണ്ടാമത്തെ ടേബിൾസ് റോസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റോസ് എന്ന് പറയുന്നത് 4 × 5 ആണ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 20 റോസും അതുപോലെ കോളംസ് എത്രയാണ്? 3 കോളം ഓൾറെഡി ഫസ്റ്റ് ടേബിളുണ്ട്, പ്ലസ് 2 കോളം കൂടി. അപ്പോൾ 5 കോളംസും ആണ് നമുക്ക് ടോട്ടൽ റിസൾട്ടിൽ വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ, ഐഡന്റിഫൈ ദ ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി ഓഫ് ദ ഗിവൺ ടേബിൾ. ഡിഗ്രിയും കാർഡിനാലിറ്റിയും നോക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4 ആട്രിബ്യൂട്ട്സ് ആണ്, 4 കോളമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 4 ഡിഗ്രി എന്ന് പറയുന്നത്. കാർഡിനാലിറ്റി എത്രയാണ് വരിക? അതിലെ റോസിന്റെ എണ്ണമാണ് കാർഡിനാലിറ്റി. 5 റോസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 5 കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൽ സ്യൂട്ടബിൾ പ്രൈമറിക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൽ നമുക്ക് പ്രൈമറിക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നെയിമും ഏജും ഒന്നും നമുക്ക് എന്തായാലും പ്രൈമറിക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സെയിം നെയിം വരാം, സെയിം ഏജ് വരാം, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ പ്രൈമറിക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത് SL നമ്പർ ആണ്. SL നമ്പർ എന്തായാലും ഒരാൾക്കൊരു നമ്പർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ SL നമ്പർ ആണ് നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന കീ എന്ന് പറയുന്നത്. ദ സിമ്പിൾ യൂസ്ഡ് ഫോർ സെലക്ട് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് സിഗ്മ.
In RDBMS, relation contains 10 rows and 5 columns. Degree of a relation 10 row 5 column. ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളം ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 5 ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ദ റിലേഷൻ എന്ന് പറയുന്നത്. Is it possible to combine select and project operation of a relational algebra into a single statement? സെലക്റ്റും പ്രൊജക്റ്റും ഓപ്പറേഷൻ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ്, അതായത് എലിജിബിൾ ആയിട്ടുള്ള ഹയർ സ്റ്റഡിക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ നമ്പറും നെയിമുമാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് അഡ്മിഷൻ നമ്പർ കോമ നെയിം ബ്രാക്കറ്റിൽ സിഗ്മ റിസൾട്ട് ഈക്വൽ EHS പാസ്സായിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്തു, അവരുടെ അഡ്മിഷൻ നമ്പറും നെയിമും ഡിസ്പ്ലേ ചെയ്തു. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്റ്റും പ്രൊജക്റ്റും ഓപ്പറേഷൻ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫൈൻഡ് ദ ഫോളോയിങ് ഫീൽഡ് ആൻഡ് റെക്കോർഡ്. ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റയാണ്. റെക്കോർഡ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു റിലേഷൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പ്രൈമറി കീ ആൻഡ് കാൻഡിഡേറ്റ് കീസ്. പ്രൈമറി കീയും കാൻഡിഡേറ്റ് കീയും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൈമറി കീ എന്ന് പറയുന്നത് എന്തായാലും അക്കൗണ്ട് നമ്പറാണ് അല്ലേ. ഇനി കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് കീ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? കാൻഡിഡേറ്റ് കീ ആയിട്ട് അക്കൗണ്ട് നമ്പർ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ പ്ലസ് നെയിം എന്നുള്ള കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then select all account holders with balance greater than 2 lakh. 2 ലക്ഷത്തിന് മുകളിൽ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ പേരാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അക്കൗണ്ട് ബാലൻസ് 2 ലക്ഷത്തിന് മീതിയുള്ള ആളുകളിൽ എടുക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് സിഗ്മ ബാലൻസ് ഗ്രേറ്റർ ദാൻ 2 lakh ഓഫ് അക്കൗണ്ട് അത് സെലക്ട് ചെയ്തു. ഇനി അവരുടെ നെയിമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പൈ നെയിം ഓഫ് ആ കണ്ടീഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ 2 ലക്ഷത്തിന് മുതൽ ബാലൻസ് ഉള്ള ആളുകളുടെ പേര് നമുക്ക് കിട്ടി. ക്ലാസിഫൈ ദ ഫോളോയിങ് റിലേഷണൽ ആൾജിബ്ര ഇൻറ്റു യൂണറി ആൻഡ് ബൈനറി ഓപ്പറേഷൻസ്. ഇത് തന്നിട്ടുള്ള ഓപ്പറേഷൻസിനെ ബൈനറി ആണോ യൂണറി ആണോ എന്ന് സെലക്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ, സെലക്ട്, സെറ്റ് ഡിഫറൻസ്, പ്രൊജക്റ്റ്. അപ്പോൾ അതിൽ യൂണിയനും സെറ്റ് ഡിഫറൻസും ബൈനറി ഓപ്പറേഷൻസ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന 2 റിലേഷൻസ് വേണം. പക്ഷെ സെലക്ട്, പ്രൊജക്റ്റ് എന്ന് പറയുന്നത് യൂണറി ആണ്. കാരണം ഒറ്റ റിലേഷൻ, ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അക്കൗണ്ട് എന്നുള്ള ഒറ്റ റിലേഷനാണ് അതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് യൂണറി ഓപ്പറേഷൻസിൽ പെടുന്നതാണ് സെലക്ട്, പ്രൊജക്റ്റ്. ബൈനറി ഓപ്പറേഷൻസിൽ പെടുന്നതാണ് യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, ഇന്റർസെക്ഷൻ, മൈനസ് എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നത് ബൈനറി ഓപ്പറേഷൻസ് ആണ്. 2 റിലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.